ഹലോ ഗായ്സ്, വെൽക്കം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടിട്ട. ഇന്ന് നമ്മളൊരു കിടു വീഡിയോ ആണ് ചെയ്യാൻ പോണത്. കേസ് നമ്മളൊരു കൊച്ചു പയ്യനായി മാറിയിട്ടുണ്ട്. കേസ് ഞാനൊരു കൊച്ചു നീളം കുറഞ്ഞ ഒരാളാണ്. കേസ് എന്തായാലും കേസ് എനിക്കിവിടെ ജോലിയൊന്നും കിട്ടുന്നില്ല. നീളം കുറഞ്ഞ ആളായതുകൊണ്ട് ആരും ജോലി തരുന്നില്ല. നോർമൽ ആളെയും കാട്ടി ഒത്തിരി നീളം കുറവാണ്. സാധാ കൊച്ചു പിള്ളേരെയും കാട്ടി നീളം കുറവാണ്. അതുകൊണ്ട് ആരും ജോലി തരുന്നില്ല. നമ്മൾ നേരെ ലെസ്റ്ററിൻ്റെ അടുത്ത് ജോലി ചോദിക്കാൻ പോവുകയാണ്. എന്തായാലും നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഹാക്കറാണ് ലെസ്റ്റർ. എന്തായാലും ലെസ്റ്റർ നമ്മളെ സഹായിക്കുമോ നോക്കാം, ജോലി തരുമോ നോക്കാം. എനിക്ക് കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എന്തായാലും ലെസ്റ്ററിനോട് ജോലി തരുമോ എന്ന് പോയി ചോദിക്കാം. സൈക്കിൾ ചവിട്ടുമ്പോൾ തന്നെ കണ്ടില്ലേ, ഞാൻ ഈ ഊട്ടയിൽ കൂടെ തെറച്ച് താഴെ വീഴും. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്ത് ചോദിക്കാം. എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കാത്തവർ ലൈക്കും ചെയ്യണം. ലൈക്ക് എന്തായാലും ചെയ്യണം, സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണം. കേസ് അങ്ങനെ നമ്മൾ ലെസ്റ്റർ അണ്ണനെ കണ്ട് അന്നേരം നമ്മുടെ ലെസ്റ്റർ പറഞ്ഞ് നമുക്കിവിടെ ജോലി തരത്തില്ലെന്നാണ്. നമ്മളൊരു കൂലി ആളായതുകൊണ്ട് നമുക്കിവിടെ ജോലി തരത്തില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അടുത്തടുത്ത് പോയി ചോദിക്കാം. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിക്കാം. അവിടെ അങ്ങനെ തൂപ്പ് ജോലിയോ വല്ലതും തരുമോ എന്ന് പോലീസ് സാറന്മാരോട് ചോദിക്കാം. മാമന്മാർക്കെങ്കിലും കരുണയുണ്ടായിരുന്നാൽ മതിയായിരുന്നു, പോലീസ് മാമന്മാർക്കെങ്കിലും. ഗായ്സ് അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് എത്താറാവുന്നുണ്ട്. കേസ് ഇതാണ് നമ്മുടെ സിറ്റിയിലെ പോലീസ് സ്റ്റേഷൻ. എന്തായാലും നമുക്ക് സാറിനോട് പോയി ചോദിക്കണം അമ്മയ്ക്കിവിടെ ജോലി തരുമോ എന്ന്. എന്തായാലും നമുക്ക് നേരെ ഇറങ്ങിപ്പോയി ചോദിക്കാം, ജോലി തരുമോ എന്ന് ചോദിക്കാം. സാറേ എനിക്കിവിടെ തൂപ്പ് ജോലി തരുമോ? ഒരു ജോലി ഇറങ്ങിപ്പോടാ. ഇവിടെയും നമുക്ക് ജോലി കിട്ടിയില്ല ഗായ്സ്. ഇനി എന്തു ചെയ്യും? ഇനി ഇവിടെ അന്വേഷിക്കാൻ എയർപോർട്ടും കൂടെ ഉള്ളൂ. നമുക്ക് എന്തായാലും എയർപോർട്ടിൽ പോയി ജോലിയുണ്ടോ എന്ന് ചോദിക്കാം. എന്താണ് നമുക്ക് നേരെ എയർപോർട്ടിൽ പോയി ജോലിയുണ്ടോ എന്ന് ചോദിക്കാം. നിങ്ങൾ ലൈക്ക് അടിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടുന്നതായിരിക്കും. എന്തായാലും ലൈക്ക് അടിക്കാം, അന്നേരം നമുക്ക് ജോലി കിട്ടുന്നതായിരിക്കും. നമുക്ക് നേരെ നമ്മുടെ അടുത്ത ജോലി തിരക്കാനായിട്ട് പോവാം. നമ്മൾ ഫൈനലി എത്തിയെന്ന് വെച്ചാൽ നമ്മുടെ എയർപോർട്ടിലാണ്. എയർപോർട്ടിലെങ്കിലും ജോലി കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ വൺ സീനാവാനുള്ള സാധ്യതയുണ്ട്. എനിക്കാണെങ്കിൽ പൈസ പോലും ഇല്ല, വീട് തന്നെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോകട്ടെ. ഈ അമ്മച്ചി തലയിടിക്കുന്നു ഗെയ്സ്. ഞാൻ കൂരിയായിരുന്നു, ഈ പ്ലെയിൻ്റെ അടുത്തൂടെ ഒന്നും പോകാൻ പറ്റുന്നില്ല, എന്താണെന്നറിയത്തില്ല. അമ്മയെ തലയിടിച്ച്. എന്തായാലും നമുക്ക് വേറെ വഴി പോവാട്ടെ, ഇപ്പുറത്തെ വഴി കൂടെ പോവാം. എന്തായാലും ഇതാ നമ്മൾ നേരെ നമ്മുടെ ഇവിടോട്ട് എത്താറാവുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ പോവാട്ടെ. ഇതാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ അകത്തോട്ട് പോകുന്ന വാതിൽ. ഇവിടെയെങ്കിലും തൂപ്പ് ജോലി കിട്ടുമോ എന്നറിയത്തില്ല. എന്തായാലും പോയി ചോദിക്കാട്ടാ. ഇവിടെയും ജോലി കിട്ടിയില്ല. ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും കൂടെ ഉള്ളൂ, നമ്മുടെ പെട്രോൾ പമ്പ്. എന്തായാലും അവിടെ എന്തായാലും ജോലി കിട്ടുമോ എന്നറിയത്തില്ല. നിങ്ങൾ ലൈക്ക് അടിച്ചാൽ അവിടെ എന്തായാലും നമുക്ക് ജോലി കിട്ടുന്നതായിരിക്കും. എന്തായാലും ലൈക്ക് അടിക്കുക. നമുക്ക് നേരെ പോവാട്ടെ അടുത്ത ജോലി അന്വേഷിച്ച്. അടുത്ത ജോലി എവിടെ കിട്ടുമോ ആവോ എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നേരെ പോവാട്ടെ. സൈക്കിളിൽ കയറി ഗൈസ്, നമ്മൾ സൈക്കിളിൽ കയറി വേറെ ജോലി ഉണ്ടോയെന്ന് നോക്കാനായിട്ട് നൈസായിട്ട് പോവുകയാണ്. എന്തായാലും നമുക്ക് നേരെ നൈസായിട്ട് നമ്മുടെ പെട്രോൾ പമ്പിൽ വല്ല ജോലിയും കിട്ടുമോയെന്ന് തിരക്കാം. എന്തായാലും ഇതാ നമ്മുടെ റോഡിൽ കൂടെ നേരെ പോവുകയാണ് കേട്ടാ. കേസ് ബാക്കി വണ്ടിക്കാരൊക്കെ പറയുന്നത് തന്നെ ഒരു സൈക്കിൾ ഓടിപ്പോണമെന്നൊക്കെ. നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്തായാലും നമുക്ക് നേരെ പോവാട്ടെ നമ്മുടെ ജോലി അന്വേഷിച്ച്. ഗൈസ് നമ്മൾ നേരെ നമ്മുടെ സൈക്കിൾ ചവിട്ടി നേരെ പോവുകയാണ് ഗൈസ് ജോലി അന്വേഷിച്ച്. ഗൈസ് നമ്മൾ അങ്ങനെ ഫൈനലി നമ്മുടെ പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ ജോലിയുണ്ടോ ചോദിക്കാം. ഗൈസ് ഫൈനലി ഇവിടെ ജോലി കിട്ടിയേക്കുവാണ്. ഇനി നമുക്ക് ഇവിടുത്തെ യൂണിഫോം പോയി ഇടാം. ഗായ്സ് നമുക്ക് യൂണിഫോമൊക്കെ കിട്ടിയിട്ടുണ്ട്. വെറും കൊച്ചു യൂണിഫോമാണ് കിട്ടിയേക്കുന്നത്. അവരുടെ ഈ ഓൾറെഡി ഉണ്ടായിരുന്നു. കേസ് നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ പെട്രോൾ പമ്പിൽ നമ്മുടെ ലംബോർഗിനിയാണ് പെട്രോൾ അടിക്കാൻ വന്നേക്കുന്നത്. എന്തായാലും നമുക്ക് ലംബോർഗിനിക്ക് പെട്രോൾ അടിച്ച് കൊടുക്കാട്ടാ. ചേട്ടാ എത്ര പെട്രോളാണ് വേണ്ടത്? 30,000 അടിച്ചിട്ടുണ്ട് കേട്ടാ, പൊക്കോ.
ഫൈനലി നമ്മളൊരു ചേട്ടന് പെട്രോൾ അടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചേട്ടാ നമുക്ക് പൈസ തന്നിട്ടുണ്ട്, 30,000 ആണ്. എന്തായാലും ഗെയ്സ് അടുത്ത ആൾ വരട്ടെ. ഗെയ്സ് അടുത്ത ആൾ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ചേട്ടനോട് എത്ര പെട്രോൾ വേണ്ട? 2000. നമുക്ക് 2000 അടിച്ചു കൊടുക്കുക. ഒരു ഡിഫൻഡറാണ്. എന്തായാലും നമുക്ക് നേരെ ആ ഡിഫൻഡറിന് അങ്ങോട്ട് പെട്രോൾ അടിച്ചങ്ങ് കൊടുക്കാട്ടാ. എന്തായാലും ഗെയ്സ് നമ്മുടെ ഡിഫൻഡറിന് നേരെ പെട്രോൾ അടിച്ച് കൊടുത്തിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും നമുക്ക് പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഗൈസ് അടുത്തായിട്ടൊരു ഓഡിയ റേറ്റാണ് വന്നേക്കുന്നത്. നമുക്ക് ചോദിക്കാം എത്ര പെട്രോളാണ് വേണ്ടത്? എത്ര പെട്രോളാണ് ചേട്ടാ വേണ്ടേ? 2 ലക്ഷം. ചേട്ടാ അടിച്ചേക്കാം 2 ലക്ഷം പെട്രോളും. ഗൈസ് നമ്മൾ ആ ചേട്ടന് 2 ലക്ഷം പെട്രോൾ അടിച്ച് കൊടുത്തിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും ഗെയ്സ് നമ്മുടെ പെട്രോൾ പമ്പി അവധി തന്നിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ ലീക്കേജ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെ നേരെ കൊണ്ടുപോണത്. നമുക്ക് നേരെ സൈക്കിളിൽ പോവാട്ടോ. പെട്ടെന്ന് തന്നെ ഗെയ്സ് നമ്മൾ സൈക്കിളിൽ ഔട്ടി നേരെ പോവാണ് ഗെയ്സ്. നമ്മുടെ ഫ്രണ്ട് എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അവൻ നമ്മളെ വിളിച്ചിട്ടുണ്ട് എക്സ്പെരിമെൻറ്റിന് പങ്കെടുക്കാൻ. നമുക്ക് എന്തായാലും പങ്കെടുത്തേക്കാം എക്സ്പെരിമെൻറ്റിന്. വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. അതുകൊണ്ട് നമുക്ക് എക്സ്പെരിമെൻറ്റ് എന്തായാലും പങ്കെടുത്തേ പറ്റൂ. നമുക്ക് പങ്കെടുക്കാട്ടോ എക്സ്പെരിമെൻറ്റിൽ. ഗെയ്സ് ഞാൻ നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി നേരെ അകത്തോട്ട് പോവാണ്. ജീവനോട് തിരിച്ചു വരുമോയെന്ന് അറിയത്തില്ല. ഗൈസ് ഫൈനലി നമ്മൾ ഹൾക്കായി മാറി ഗെയ്സ്. പെവർ കിട്ടി ഗൈസ്. ഫൈനലി നമ്മൾ ഹൾക്കായി മാറി. ഇനി എന്നോട് കളിക്കുന്നവരുടെ കാര്യം കട്ടപ്പുകയാകും. കട്ടപ്പുകയെന്ന് വെച്ചാൽ തീ കട്ടപ്പുകയാവും. എന്തായാലും എല്ലാവരും ഇടിക്കാം ഗെയ്സ്. നമുക്ക് പെവർ കിട്ടി ഗെയ്സ്. സൂപ്പർ പെവർ, ഹൾക്കിൻ്റെ പെവർ ഗെയ്സ്. നമുക്ക് ചാടിത്തുള്ളാം. ഓ ഹിയ ഗെയ്സ് നമ്മൾ ആ ചാടിത്തുള്ളുമ്പോൾ ഈ തറയൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട് ഗെയ്സ്. നമുക്ക് ഇവന്മാരെയൊക്കെ തട്ടണ്ടേ ഗെയ്സ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ശക്തി. അമ്മച്ചി ഒറ്റ ഇടിക്കാൻ അവനൊക്കെ ചത്തുപോയി ഗെയ്സ്. എന്തായാലും സീൻ തന്നെയാണ് ഗൈസ്. ഇതിലേ കൂടെ ഒരു ബൈക്ക് പോകുന്നുണ്ട്. അവനെ ഒന്ന് ഇടിച്ച് തെറപ്പിച്ച് നോക്കാം. ആ ബൈക്കുകാരനെ ഇടിച്ച് തെറപ്പിട്ട അമ്മച്ചി അവൻ പൊട്ടിത്തെറച്ച് പോയിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും ഗെയ്സ് നമുക്ക് ഈ കാറ് ട്രൈ ചെയ്യാം. ഈ ഗുഗാട്ടി കാറ് അടിച്ച് പൊട്ടിക്കാം ഗൈസ്. എന്തായാലും ഗെയ്സ് നമ്മൾ അടിച്ചു പൊട്ടിക്കാൻ അമ്മച്ചി അടിച്ച് പൊട്ടിച്ചപ്പം പൊട്ടി പണ്ടാറ് തുടങ്ങിയിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും ഗെയ്സ് തൈലേ കൂടെ ഒരു ചേട്ടൻ പോകുന്നുണ്ട്. നമുക്ക് ആ ചേട്ടനെ കൂടി ഇടിക്കാം. ഓ അമ്മച്ചേ ചേട്ടൻ ഗൈസ്. ആ ചേട്ടൻ ബോധം കെട്ട് വീണിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഗെയ്സ് ഇനി നമുക്ക് അടുത്ത ആൾക്കാരെ അടിച്ച് നോക്കാം എന്തായാലും ശക്തി ഉണ്ടോയെന്ന് ഗെയ്സ്. നമുക്ക് ഇവിടെയായിട്ടൊരു ഗുഗാട്ടി കിടപ്പുണ്ട്. അത് അടിക്കണ്ട. നമുക്ക് വേറെ ഒരു വണ്ടി അടിച്ചിടാം. എന്നാ ഗുഗാട്ടി തന്നെ അടിച്ചിടാം. ഗുഗാട്ടി തെറച്ച് കണ്ടെത്തി പോയിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും ഗെയ്സ് നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അടുത്ത വണ്ടി അടിച്ചിടലാണ് ഗെയ്സ്. ഫ്രണ്ടിലായിട്ടൊരു റെഡ് വണ്ടി പോകുന്നുണ്ടോ ഗായ്സ്? അതാണ് ഒരു റെഡ് വണ്ടിയാണ് ഗായ്സ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ റെഡ് വണ്ടിയെ ഇടിച്ചിടാം ഗെയ്സ്. നമ്മൾ പെവറായിട്ട് പോവുകയാണ് ഗെയ്സ് റെഡ് വണ്ടി ഇടിച്ചിടാനായിട്ട്. റെഡ് വണ്ടി ഇച്ചിരി സീനാണ്. നമുക്ക് അതിനെ അങ്ങ് ഇടിച്ച് തെറപ്പിച്ചേക്കാം റെഡ് വണ്ടിയെ ഗെയ്സ്. നമുക്ക് ഇടിച്ചിറപ്പിക്കാം. ഓ അമ്മച്ചേ ഇടിച്ചിട്ട് പോകുന്നില്ലല്ലോ. അടുത്തോട്ട് പോയി ഇടിക്കാം. ഓ ഗായ്സ് പറന്നു പോയിട്ടുണ്ട് ഗെയ്സ്. ഇനി നമുക്ക് നേരെ പോകട്ടെ ഗെയ്സ്. അവിടെ കൂടെ ഒരു വണ്ടി പോകുന്നുണ്ട്. അതിനെ നമുക്ക് അടിച്ചിടാൻ പറ്റുമോ ഗായ്സ്? ഒരു സ്കോർപ്പിയോ അടിച്ചിട് സ്കോർപ്പിയോ. ഓടാ സ്കോർപ്പിയോയെ ഗൈസ്. നമ്മൾ ആ സ്കോർപ്പിയോയെ അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ചാടാം. അമ്മച്ചേ എന്തൊരു വല്ലാത്ത ജാതി പവറാണ് ഗൈസ് നമുക്ക്. അമ്മേ തറയെല്ലാം പൊട്ടുന്നു ഗൈസ്. ഇജാതി പവറാണ് ഗൈസ്. നമുക്ക് ഇജാതി പവറാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഭയങ്കര പവറാണുള്ളത്. ശക്തിമാൻ ഞാൻ ഹൾക്കല്ലേ പിന്നെ നീ ശക്തിമാൻ പാട്ട് പാടുന്നത് ഗൈസ്. നമുക്ക് എല്ലാം ഇടിച്ച് പൊട്ടിക്കാം. അമ്മച്ചോ ഗെയ്സ് നമ്മൾ പെവർ ശക്തിമാനായിട്ടുണ്ട്. ശക്തിമാനല്ല ഹൾക്കായി മാറിയിട്ടുണ്ട്. അമ്മോ കിക്കടോടിക്കട ഇടടി തിന്നും ഹൾക്ക് ഗെയ്സ്. നമ്മൾ പെവറായിട്ടുണ്ട്. ഹൾക്കണ്ണനായി മാറിയിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും ഗെയ്സ് നമുക്ക് രാവിലെ 1 കുറ്റി പുട്ടൊക്കെ 5 കുറ്റി പുട്ടൊക്കെ കഴിക്കേണ്ടി വരും. മിക്കവാറും 20 കുറ്റിയൊക്കെ വേണ്ടി വരും ഹൾക്കിന് ഗെയ്സ്. എന്തായാലും നമുക്ക് പെവറായിട്ട് എല്ലാം തകർക്കാം. ഞാൻ എല്ലാം തകർക്കുമല്ലോ. എൻ്റെ പേരാണ് ഹൾക്ക്. എൻ്റെ വീട് ഹൾക്ക് പറ ഗെയ്സ്. നമുക്ക് എല്ലാം നശിപ്പിക്കാം.
ഗെയ്സ് നമ്മളെല്ലാം പൊളിക്കുവാണ് ഗെയ്സ്. ഇവന്മാർ നമ്മളെ ജോലി ഒന്നും തരാതെ ഇത് ചെയ്തെയാണ് നമുക്ക് പെട്രോൾ പമ്പുകാർ മാത്രമേ ജോലി എന്നുള്ളൂ. അത് നിങ്ങൾ ലൈക്ക് അടിച്ചുകൊണ്ടാണ് നമുക്ക് പെട്രോൾ പമ്പുകാർ ജോലി എന്നത്. ഇനിയും ലൈക്ക് അടിക്കുക ഗായ്സ്. എന്തായാലും എന്തൊരു ഗേയ്സ് നമുക്ക് ചേട്ടാ അമ്മച്ചേ ഗായ്സ് നമുക്ക് ഹൾക്കിനെ വെച്ച് ബൈക്ക് ഓട്ടിച്ച് നോക്കിയാലോ എങ്ങനെ ഇരിക്കും ഗായ്സ്. അങ്ങനെ മഴയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ബൈക്ക് ഓട്ടിക്കാൻ പോവാണ് ഹൾക്കായിട്ട് ഗെയ്സ്. പവറാണ് ഗെയ്സ് ഹൾക്കിൻ്റെ ശക്തി. ബൈക്കൊക്കെ ദാ ബൈക്കും കഴിഞ്ഞു ഹൾക്കിൻ്റെ ദേഹവും കിടക്കുന്നു ഗെയ്സ്. സീനാണ് ഗെയ്സ്. നമുക്ക് സ്റ്റണ്ട് ജമ്പ് ചെയ്ത് നോക്കാം. അമ്മച്ചി കുത്തി വീണ് ഗായ്സ്. എന്തായാലും എന്തൊരു ഗെയ്സ് നമുക്ക് കറക്റ്റായിട്ട് ആ സ്റ്റണ്ട് ഒന്ന് ചെയ്ത് നോക്കാം ഗെയ്സ്. നമുക്ക് നേരെ സ്റ്റണ്ട് ചെയ്യാം. ഓ ഹം ഗൈസ്. ഇപ്പോൾ നമ്മൾ വീഴും തറയിലോട്ട് ഗെയ്സ്. ഇപ്പോൾ വീഴും. അമ്മച്ചോ ഗെയ്സ് നമ്മൾ വീണില്ല. അതാണ് നമ്മുടെ ഹൾക്കിൻ്റെ പവർ. ഹൾക്കിൻ്റെ ഭാരം കാരണം ബൈക്ക് മറിഞ്ഞില്ല ഗായ്സ്. എന്തായാലും എന്തൊരു ഗെയ്സ് നമ്മൾ വീല് ചെയ്യുവാണ്. പമ്പര വറക്കണ് കറങ്ങിന പമ്പര കറങ്ങിന പമ്പര വറക്കണ് കറങ്ങിന ഇത്രയുള്ള വീഡിയോ. ബൈ.